ആറന്മുളയിൽ രണ്ട് മലയന്മാരെ പറ്റി ഇപ്പം ഞാൻ ആരൊക്കെയായിരുന്നു? തിരുവഞ്ചനും അനന്തനും. അങ്ങനെയാണ് ഇവരെ പറഞ്ഞില്ല. അവരെ ഈ പണ്ടൊക്കെ ഇല്ലത്തുകാരില്ലയോ, നമ്മളെ അവിടെ കുളിക്കാനൊക്കെ. അപ്പൊ അവരെ എങ്ങനെയോ സത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നുണ്ടാവും. അത് കുളിക്കാൻ ഈ 6 മുള കെട്ടി ഈ ഭഗവാനെ ആരിനെ ഒഴുക്കി വിട്ട എവിടുന്ന് നമുക്കറിയത്തില്ല. ഈ 6 മുള ഒഴുക്കി വിട്ടു. അവിടെ വന്നപ്പോൾ ഈ പെരയന്മാരാണ് ഇത് ഈ വഞ്ചി പിടിച്ചടുപ്പിച്ച് തിരുവഞ്ചൻ അവിടെ ആറന്മുള 6 മുള വന്ന അങ്ങനെ ആ തിരുവാളന്മാരെപ്പറ്റി അവിടുത്തെ ഇരിക്കുന്നു. അതിനകത്ത് പുലന്റെ പ്രതിഷ്ഠാനത്ത് നമ്മളെ കാണിക്കത്തില്ല. അവിടെ പൂജ ചെയ്തിട്ടേ അകത്ത് ചെയ്യത്തുള്ളൂ. ഉണ്ട്. അത് പലരെ പിടിച്ച് അടുപ്പിച്ചതാണ്. അങ്ങനെ തിരുവഞ്ചനും തിരുവാറന്മുള തിരുവെന്ന് പറഞ്ഞാൽ തിരുവാറന്മുള 6 മുള കെട്ടി വന്നതാ. അങ്ങനെ അവിടെ ഇരുത്തിയത്. ആന്നു അങ്ങനെ ഇരുത്തിയതാ. അപ്പൊ അങ്ങനെ വന്നപ്പോഴേ അവിടെ ഭഗവാൻ ഇരിക്കാൻ സമ്മതിക്കത്തില്ല. അക്കരെ പള്ളിയാ മാപ്പിളയുടെ. ദിവസവും ഈ പള്ളിയുടെ മണിയുടെ അടി കേൾക്കുന്നതുകൊണ്ട് ഭഗവാൻ ഒരിക്കത്തില്ല. അന്ന് പള്ളിയിലെ മണിയാ, നമ്മുടെ അമ്പലത്തിൽ മണിയുണ്ട്, പള്ളിയിലെ മണിയാണ്. മാരാവണ പള്ളിയുടെ മണിയാണ് ആ അമ്പലത്തിന് മുന്നേ പോയിട്ടിരിക്കുന്നത്. ആന എടുത്തുകൊണ്ട് വന്നതാ. ആന പറിച്ചുകൊണ്ട് വന്ന മണി. പക്ഷെങ്കിൽ ആ മാരാമണ്ണെന്ന് വെച്ചറിയാമോ, അവിടുത്തെ ക്രിസ്ത്യാനെല്ലാം കൂടിയിട്ട് ഈ അമ്പലത്തിൽ ഇവരാണ് കൊണ്ടിട്ട് നികത്തിയത്. മണ്ണ് വാരി ആറ്റിനെ കൊണ്ടിട്ട്. അതാ മണ്ണ് വാരി എന്നാ പറയുന്നത്, മാരി കൊണ്ടിട്ടെന്നാ പറയുന്നത്. നമ്മുടെ എന്താ ഹനുമാൻ ചില കെട്ടാൻ ബാലന്മാരും കൊടിഞ്ഞിട്ട് അങ്ങ് കെട്ടിയാണ്. ആ മണിയാണ് ഇപ്പോഴും ഔട്ടിരിക്കുന്നത്. അവിടെ കൊടി ചെയ്യുന്ന കയറാന്നറിയാമോ? ഇല്ലേ, അത് മാരാവണ മാപ്പിളമാരുടെ ആ കൊടി ചെയ്യുന്ന കയറ്. അത് കയറെന്തെന്നറിയാമോ? പാക്കുന്നുണ്ടാവും. ചൈരിയല്ല, പാക്കുന്നുണ്ട്. ഇപ്പൊ എന്തോ ആ കയറിന് വേണ്ട അന്നത്തെ കാലത്ത് 150 മാറെന്നാ പറയുന്നത്. 150 മാറ് പാക്കിന്റെ തൊണ്ട് പിടിച്ചുണ്ടാക്കിയ കയറാ. ഇപ്പോഴും ആ കയറാണ് കിടക്കുന്നത്. പക്ഷേ ഈ ഉത്സവം തുടങ്ങുമ്പോൾ അവിടുന്ന് ക്രിസ്ത്യാനി അവിടെ വരും. നമുക്കറിയത്തില്ല. അവർ വന്ന് അവിടെ പൂജ ചെയ്ത് ഈ കയർ അവരാണ് പൂജിച്ചു കൊടുക്കുന്നത്. അതാ കയർ കൂടിയിരുന്നത്. ഇപ്പോഴും ആ മണി ആ ഫ്രണ്ടിൽ കിടപ്പുണ്ട്, വലിയൊരു മണി. അങ്ങോട്ട് കയറുമ്പോൾ അകത്ത് അവിടെ കയറത്തില്ലേ, അത് അക്കരെ പള്ളി ഇരുന്ന മണിയാകും. അതാന പറിച്ചുകൊണ്ട് വന്നതാണ്. ഇവിടെ പൂജ അടക്കം അവിടെ മണി അടിക്കും. അപ്പൊ പോകാനിരിക്കാൻ വയ്യ. അപ്പൊ ആനയ്ക്ക് ഒളിപ്പാടി ആന ആറ്റി അക്കരെ കയറി ആ മണി എടുത്തോണ്ട് കെട്ടിച്ചു. ഇപ്പോഴും ആ കൊടിക്കയറ് ക്രിസ്ത്യാനിയുടെയാ. അവർ വർഷത്തിൽ അവിടെ വരും, തിരുമേനി വരെ അവിടെ വരും. അങ്ങനെയാണ് കൊടിക്കയറ്. അതൊക്കെ വലിയ ചരിത്രമുള്ളതാണ്.